കേരള മുഖ്യമന്ത്രിയുടെ മകൾ ഇങ്ങനെ മാസം കളങ്കിതനായ അല്ലെങ്കിൽ സംശയ മുനയിൽ നിൽക്കുന്ന ഒരു വ്യവസായിയിൽ നിന്ന് പണം വാങ്ങുന്നു എന്ന് പറയുന്നതിന് ഒരു തരത്തിലും വിശദീകരിക്കാൻ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പാർട്ടിക്കാരെങ്കിലും ബോധ്യപ്പെടുത്താനായിട്ട് പാർട്ടിക്ക് സാധിച്ചില്ല. പാർട്ടിക്കാർക്കൊക്കെ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് വോട്ട് ചെയ്യാന്നുള്ളത്, അത് അവർ ചെയ്യുകയും ചെയ്തു. അങ്ങനെയുള്ള ഇത്ര വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. പിണറായി വിജയം കഴിഞ്ഞ ആര് എന്ന ചോദ്യത്തിന് തൃപ്തികരമായൊരു ഉത്തരവില്ല. ഇടതുപക്ഷത്തെ തകർക്കാനായിട്ട് എൻഫോഴ്സ്മെൻറ്റുകാർക്കോ കോൺഗ്രസ്സുകാർക്കോ ബി ജെ പിക്കാർക്കോ ലീഗുകാർക്കോ പറ്റില്ല. ഇടതുപക്ഷത്തെ തകർക്കുന്നത് പണ്ട് പശ്ചിമ ബംഗാളിൽ തകർത്ത പോലെ അല്ലെങ്കിൽ ത്രിപുരയിൽ തകർത്ത പോലെ തകർക്കുന്നത് ഈ നേതാക്കന്മാരും അവരുടെ സിൽബന്ധികളായ ചില ഡിഗ്രി വാലന്മാരും. ഈ ഉപനേതാവ് എന്നൊക്കെ പറഞ്ഞത് ഒരു അനാവശ്യ കാര്യമാണ്. ഇതൊന്നും ഒരു കാര്യമില്ല. ഉപനേതാവിന് അങ്ങനെ എടുത്താൽ പോകാത്ത വലിയ ചുമതലകളോ ഉത്തരവാദിത്തങ്ങളോ അല്ലെങ്കിൽ സ്ഥാന മഹത്വമൊക്കെ ഉണ്ടെങ്കിൽ ശരിയാണ്. ഇപ്പോൾ അങ്ങനെ ഉപനേതാവിന് വേണ്ടി വാശി പിടിക്കുന്നതിൽ കാര്യം CPM ശക്തി കേന്ദ്രങ്ങളിൽ BJPയുടെ വോട്ട് കുത്തനെ വർദ്ധിച്ചിരിക്കും. നമസ്കാരം. ടോക്കിംഗ് പോയിന്റ് വിത്ത് അഡ്വക്കേറ്റ് ജയശങ്കറിലേക്ക് സ്വാഗതം. ഇടതുപക്ഷം തിരഞ്ഞെടുപ്പിൽ വലിയ തോൽവിയാണ് നേരിട്ടത്. അതിൽ അവസാനിക്കുന്നില്ല അവരുടെ തിരിച്ചടിയെന്നാണ് അതിനുശേഷം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസത്തെയും വാർത്തകൾ നമ്മോട് പറയുന്നത്. അത് ED അന്വേഷണമായാലും പാർട്ടിക്കുള്ളിലെ പോരായാലും നേതൃത്വത്തിൻ്റെ പിടിപ്പുകേടിനെക്കുറിച്ച് അണികൾ ഉയർത്തുന്ന വിമർശനമായാലും കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭാര്യയുടെ തുറന്നു പറച്ചിലാണെങ്കിൽ തന്നെയും CPM-ഉം CPI-യും തമ്മിലുള്ള തർക്കമാണെങ്കിൽ തന്നെയും ഇപ്പോൾ VS അച്യുതാനന്ദൻ്റെ പേഴ്സണൽ സ്റ്റാഫായിരുന്ന സുരേഷ് കുമാർ IAS റിട്ടയേർഡ് തൻ്റെ പുസ്തകത്തിലൂടെ പറയുന്ന വെളിപ്പെടുത്തലുകളാണെങ്കിൽ തന്നെയും ഇടതുപക്ഷത്തെ വല്ലാതെ വേട്ടയാടാൻ പോകുന്നത് തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഈ തിരിച്ചടികൾ എത്രത്തോളം ആഴത്തിലുള്ളതാണ്? ഇതിൽ നിന്നും കരകയറുവാൻ എങ്ങനെ വേഗത്തിൽ അവർക്ക് സാധിക്കും, അതോ സാധിക്കില്ലയോ? പരിശോധിക്കാൻ നമുക്ക്. നമ്മോടൊപ്പം ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് A ജയശങ്കർ. നമസ്കാരം സാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ കുറേയേറെ വിഷയങ്ങളുണ്ടായിരുന്നു. തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം അതിന് ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാത്ത പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നൊന്നായി പരിശോധിക്കുമ്പോൾ എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? അല്ല, തീർച്ചയായിട്ടും ഒരു ആശയക്കുഴപ്പമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഈ മുമ്പും ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ CPM-നെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചോളം 1960-ൽ വിമോചന സമരം കഴിഞ്ഞിട്ടുണ്ടായ തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയം, അല്ലെങ്കിൽ 1977-ൽ രാജ്യത്തെമ്പാടും ജനതാ തരംഗം ആഞ്ഞടിച്ചപ്പോഴും കേരളത്തിൽ കോൺഗ്രസിനുണ്ടായ വിജയം അഥവാ CPM മുന്നണിക്കുണ്ടായ വലിയ തിരിച്ചടി, അതല്ലെങ്കിൽ 2001-ൽ ശ്രീ AK ആന്റണിയുടെ നേതൃത്വത്തിൽ UDF നേടിയ വമ്പിച്ച വിജയം, അതിന് തത്തുല്യമായിട്ട് LDF നേരിട്ട വലിയ പരാജയം, ഇതൊക്കെ അതിനു മുമ്പുണ്ടായിട്ടുണ്ട്. പക്ഷേ ആ പ്രതിസന്ധിയിൽ നിന്നൊക്കെ ഇടതുപക്ഷം നിസ്സാരമായിട്ട് കരകയറിയിട്ടുണ്ട്. 1977-ലെ തിരിച്ചടി നോക്കിയാൽ മാർക്സിസ്റ്റ് വിരുദ്ധ മുന്നണിക്ക് ഏറ്റവും അധികം സീറ്റുകൾ 111 സീറ്റ് കിട്ടിയ തെരഞ്ഞെടുപ്പാണ്. വെറും 29 പേരെ CPM മുന്നണിക്കാരായിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ CPM-കാർ 17 മറ്റും ഉണ്ടായിരുന്നു. ബാക്കി ജനതാ പാർട്ടി, കേരള കോൺഗ്രസ് പിള്ള ഗ്രൂപ്പ്, വിമത ലീഗ്, അതുപോലെ CFD വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് 29 ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെയുള്ള തിരിച്ചടികളുണ്ടായിട്ട് പക്ഷേ 78 ആയപ്പോഴത്തേക്ക് 79 ആകുമ്പോഴത്തേക്കും അതിനൊക്കെ മറികടന്നു എന്ന് മാത്രമല്ല ഈ ജയിച്ച മുന്നണിക്കാർ വളരെ പ്രതിരോധത്തിലായി. അവർ CPM-ഉമായിട്ട് ഒരു രാഷ്ട്രീയ മുന്നണി ഉണ്ടാക്കാനായിട്ട് കെഞ്ചിക്കൊണ്ട് പുറകെ നടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അങ്ങനെയാണ് PK വാസുദേവൻ നായർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് നേരെ ട്രഷറി ബെഞ്ചിൽ നിന്ന് പ്രതിപക്ഷ ബെഞ്ചിലേക്ക് മാറിയത്. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടായിട്ട് ഇപ്പോൾ 2001-ൽ AK ആന്റണിയുടെ നേതൃത്വത്തിൽ UDF വലിയ തിരിച്ചടി ഉണ്ടായപ്പോൾ ആന്റണി പറഞ്ഞൊരു വാചകം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇനി ഒരു 25 കൊല്ലത്തേക്ക് കേരളത്തിൽ CPM തലമുക്കയില്ല. സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കും ആന്റണിയുടെ ഭരണത്തിൻ്റെ ഗുണം കൊണ്ടും പിന്നെ ഘടകകക്ഷികൾ തമ്മിലുള്ള അടിപിടി, കോൺഗ്രസിനകത്തുള്ള ഗ്രൂപ്പ് യൂത്ത്, ഇതെല്ലാം കൂടി ജനങ്ങളെ വെറുപ്പിച്ചു. 2 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് ആന്റണിക്ക് തീരെ പറ്റണ്ടായി. 3 കൊല്ലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം അപമാനിതനായി രാജിവെച്ച് പോകണ്ടായിട്ടു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പിൽ LDF വലിയ ചരിത്ര വിജയം നേടി അധികാരത്തിൽ വരുന്നത് നമ്മൾ കണ്ടു. തെരഞ്ഞെടുപ്പിലെ പരാജയം എന്ന് പറയുന്നത് അത്ര എന്താണ് അൺകോമൺ ആയിട്ടുള്ള കാര്യമല്ല, സാധാരണ സംഭവിക്കുന്നതാണ്. 5 കൊല്ലത്തെ ഭരണം കഴിയുമ്പോൾ തിരിച്ചടി ഉണ്ടാവും. ഇപ്പോൾ അങ്ങനെയല്ല, 10 കൊല്ലം തികച്ച് ഭരിച്ച ഒരു സർക്കാരാണ്. അതനുസരിച്ച് വിരുദ്ധ വികാരം വളരെ കൂടുതലായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഇതിനോടൊപ്പം തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങൾ നോക്കിയാൽ മതി. തമിഴ്നാട്ടിൽ DMK തോറ്റെന്ന് മാത്രമല്ല, സ്റ്റാലിൻ തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥിരം മണ്ഡലത്തെ പരാജയപ്പെട്ടു. പശ്ചിമ ബംഗാളിൽ 15 കൊല്ലം ഭരിച്ച മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെട്ടെന്ന് മാത്രമല്ല, അവർ മത്സരിച്ച വീടിരിക്കുന്ന മണ്ഡലത്തിൽ പരാജയപ്പെട്ടു. അതിനുപരിയായിട്ട് അവരുടെ പാർട്ടി തന്നെ ഏതാണ്ട് ചീട്ടുകൂട്ടാനം പോലെ തകർന്നു വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ആവർത്തിച്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്.
അതിൽ പുതുമയൊന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ LDF നേരിടുന്ന പ്രശ്നം അല്ലെങ്കിൽ CPM നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത് കേവലം തെരഞ്ഞെടുപ്പ് പരാജയം അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരത്തിലുപരി സംഘടനാപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, അതിനേക്കാൾ ഉപരി ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നു എന്ന് നമ്മൾ അഭിമാനിക്കുന്ന ചില മൂല്യങ്ങൾ, ഇടതുപക്ഷത്തിൻ്റെ നൈതിക മൂല്യങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ സദാചാരം, രാഷ്ട്രീയ ധാർമ്മികത എന്നൊക്കെ പറഞ്ഞ ചില സാധനങ്ങളുണ്ട്. അതിനുണ്ടായിട്ടുള്ള വലിയ ശോഷണമാണ്. ഉദാഹരണത്തിന് ഈ മാസപ്പടി കേസിനെ നോക്കിയാൽ മാസപ്പടി സംബന്ധിച്ച് ആരോപണം ഉയർന്നു. അത് വെറും ഒരു ആരോപണമല്ല, ഒരു കേന്ദ്ര ഗവൺമെൻറ് ഏജൻസിയുടെ ഒരു ക്വാസി ജുഡീഷ്യൽ ഫൈൻഡിങ് ആണ്. അതെ. അതിനെ തുടർന്ന് ഈ ബന്ധപ്പെട്ട ആളുകൾ പാലിച്ച വമ്പിച്ച നിശബ്ദത. ഇപ്പോൾ കോൺഗ്രസ്സുകാരൊക്കെ പറഞ്ഞു, ലീഗുകാർ പറഞ്ഞു ഞങ്ങൾ കാശ് വാങ്ങിയത് പാർട്ടിയുടെ ആവശ്യത്തിനുണ്ട്, രാഷ്ട്രീയത്തിനാണ് എന്ന് പറഞ്ഞ് അവർ കൈകഴുകി. രമേശ് ചെന്നിത്തല, കുഞ്ഞാലിക്കുട്ടി, ഉമ്മൻചാണ്ടിയും ഒക്കെ ആ ലിസ്റ്റിലുണ്ടായിരുന്നു. പിന്നീട് ഈ ശശിധരൻ കർത്താവിൻ്റെ മാസപ്പടി ബുക്കിൻ്റെ ഒരുപാട് പേജുകൾ പുറത്തു വന്നിട്ട് അതിൽ പണം വാങ്ങാത്തവരാരുമില്ല. പണം വാങ്ങാത്തവർ ആരും തന്നെ ഇല്ല. അതിൽ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകർ പണം വാങ്ങിയിട്ടുണ്ട്, പിന്നെ മാധ്യമ സ്ഥാപനങ്ങൾ വാങ്ങിയിട്ടുണ്ട്, സമുദായ സംഘടനകൾ വാങ്ങിയിട്ടുണ്ട്, മതമേലധ്യക്ഷന്മാർ വാങ്ങിയിട്ടുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാർ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ പണം വാങ്ങൽ എന്ന് പറഞ്ഞൊരു പുതുമയുള്ള കാര്യമല്ല. പക്ഷേ ഇവിടെ മാസപ്പടി എന്ന് വെച്ചാൽ വേറൊരു സാധനമുണ്ട്. അപ്പോൾ അവിടെ വെറും പണം വാങ്ങലല്ല. ഇപ്പോൾ പിണറായി വിജയൻ തന്നെ ബൈ നെയിം കാശ് വാങ്ങിയതിൻ്റെ രേഖ പുറത്തു വന്നിട്ട്, VD സതീശൻ വാങ്ങിയതിൻ്റെ രേഖയുണ്ട്, ചെന്നിത്തലയുടെ പേര് നേരത്തെ ഉണ്ട്, കുഞ്ഞാലിക്കുട്ടിയുടെ, ഇബ്രാഹിം കുഞ്ഞിൻ്റെയൊക്കെ പേരുകളുണ്ട്, പ്രാദേശികമായിട്ട് പല BJP നേതാക്കന്മാരും വാങ്ങിയിട്ടുണ്ട്. അതുപോലെയല്ല, ഇത് മാസാമാസം ആവർത്തിച്ച് പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്നു. എക്സാലോജിക് എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ പ്രത്യേകിച്ച് പ്രവർത്തനമൊന്നുമില്ലാത്ത ഒരു സ്റ്റാർട്ടപ്പ് സ്ഥാപനം, CMRL എന്ന് പറഞ്ഞാൽ സാമാന്യം കളങ്കിതമായ മറ്റൊരു വ്യവസായ സംരംഭവുമായിട്ട് കരിമണൽ ബിസിനസ് നടത്തുന്നവരാണ്. അവരുമായിട്ട് ഒരു കരാറുണ്ടാക്കുന്നു. അതും പ്രകാരം ഇവരെന്തൊക്കെയോ സേവനങ്ങൾ ഇവർക്ക് കൊടുക്കാമെന്ന് പറയും. സേവനമൊന്നും കൊടുത്തിട്ടില്ല എന്നാണ് ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റുകാരും അതുപോലെ ഇൻകം ടാക്സുകാരും പറയുന്നത്. സേവനം കൊടുത്തോ കൊടുത്തില്ല എന്നുള്ള വേറെ കാര്യമാണ്. സേവനം കൊടുക്കാനായിട്ടൊരു കരാറുണ്ടാക്കി അതിന് നിശ്ചിത തുക മാസം കൈപ്പറ്റി എന്ന് പറയുന്നതിൽ ഒരു ന്യായമുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, ഈ സ്ഥാപനത്തിന് പണം കൊടുക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. പ്രതിമാസം 3 ലക്ഷം രൂപ വീതം കൊടുക്കും. കാര്യം ഈ സ്ഥാപനം എന്ന് പറയുന്നത് വീണ തൈക്കണ്ടി എന്ന് പറഞ്ഞ യുവതിയുടെ സ്വന്തം സ്ഥാപനമാണ്. അതിൽ ഒരേ ഒരു ഷെയർ ഹോൾഡറേ ഉള്ളൂ, ഒരേ ഒരു ഡയറക്ടറേ ഉള്ളൂ, അത് വീണയാണ്. കമ്പനി എന്നാണ് പറയുന്നതെങ്കിലും അത് ഏതാണ്ട് ഒരു പ്രൊപ്പറേറ്റർഷിപ്പ് സ്ഥാപനം പോലെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിന് ലാഭം കിട്ടിയാലും വീണക്കാണ്, നഷ്ടം പറ്റിയാലും വീണക്കാണ്, പണം കിട്ടുന്ന മുഴുവനും വീണക്കാണ് എന്നുള്ള കാര്യം വ്യക്തം. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനത്തിന് മാസം 3 ലക്ഷം രൂപ കൊടുക്കും. അത് നമുക്ക് മനസ്സിലാക്കാം, അതിനൊരു ന്യായമുണ്ട്, ഒരു ലോജിക്കുണ്ട്. പക്ഷേ ഇവിടെ അത് മാത്രമല്ല സംഭവിക്കുന്നത്. മാസം 3 ലക്ഷം കമ്പനി കൊടുക്കുന്ന കൂടാതെ പ്രതിമാസം 5 ലക്ഷം രൂപ വീണ എന്ന് പറഞ്ഞ വ്യക്തി കൊടുക്കും. ഇതെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അങ്ങനൊരു അങ്ങനൊരു കാര്യം സംഭവ്യമല്ല. അങ്ങനൊരു കാര്യം നടക്കാനും പറ്റില്ല, നിയമപരമായിട്ട് സാധ്യമല്ല. പിന്നെ ഇവർക്ക് ആകെ പറയാനുണ്ടായിരുന്നത് ഈ കിട്ടിയ കാശിന് GST അടച്ചു എന്നുള്ളതാണ്. അതൊരു ന്യായമേ അല്ല. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ വീട് കവർ ചെയ്ത് സാമാന്യം വലിയൊരു സംഖ്യ അവിടെ നിന്ന് കൊള്ളയടിച്ച് കൊണ്ടുവന്നായിരിക്കാം. എന്നിട്ട് ഈ കൊള്ളയടിച്ച് കിട്ടിയ സംഖ്യയ്ക്ക് ഞാൻ ഇൻകം ടാക്സ് അടച്ചു, എനിക്ക് ഇത്ര രൂപയുടെ വരുമാനം ലാഭം ഉണ്ടായിരുന്നു, ആസ്തി വർദ്ധിച്ചു, പ്രോപ്പർട്ടി ടാക്സ് അടയ്ക്കുന്നു, അല്ലെങ്കിൽ ഇൻകം ടാക്സ് അടയ്ക്കും. അതുകൊണ്ട് ഞാൻ നടത്തിയ കളവല്ലാണ്ട് പോകും? ഒരിക്കലും ഇല്ല. എന്ന് മാത്രമല്ല, ഞാൻ നടത്തിയ കളവിന് ഒരു സാധൂകരണം കൂടിയായി. ഇതല്ലേ സത്യം? അപ്പോൾ ഇത് CPMകാർക്ക് അവരുടെ അണികളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. ഈ പരാജയത്തിലേക്ക് നയിച്ച പല ഘടകങ്ങളിലെയും മാസപ്പടി കേസും ഉണ്ടായിരുന്നു. കേരള മുഖ്യമന്ത്രിയുടെ മകൾ ഇങ്ങനെ മാസം കളങ്കിതനായ അല്ലെങ്കിൽ സംശയ മുനയിൽ നിൽക്കുന്ന ഒരു വ്യവസായിയിൽ നിന്ന് പണം വാങ്ങുന്നു എന്ന് പറയുന്നതിന് ഒരു തരത്തിലും വിശദീകരിക്കാൻ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ, പാർട്ടിക്കാരെങ്കിലും ബോധ്യപ്പെടുത്താനായിട്ട് പാർട്ടിക്ക് സാധിച്ചില്ല, പ്രസ്ഥാനത്തിന് സാധിച്ചില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രതിഫലനം തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്, യാതൊരു സംശയവുമില്ല. അങ്ങനെയൊക്കെയാണല്ലോ ഈ കണ്ണൂർ ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും ഒക്കെ ഉള്ള പല പാർട്ടിയുടെ കോട്ടകൊത്തളങ്ങളും തകർന്നു പോയത്. അപ്പോൾ ഇങ്ങനൊരു ധാർമ്മിക പ്രശ്നം അവിടെ ഉണ്ട്. പിന്നെ മറ്റ് പല നടപടികളും, ഭാഷാ സമരത്തെ കൈകാര്യം ചെയ്ത വിധം, സംസ്ഥാനത്ത് വലിയ സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുമ്പോൾ നവകേരള സദസ്സ് പോലെ അല്ലെങ്കിൽ ലോക കേരള സഭ പോലുള്ള കെട്ടുകാഴ്ചകൾ നടത്തിയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, അപവാദങ്ങൾ, ഇതൊക്കെ അവിടെ നിൽക്കല്ലേ. അപ്പോൾ ഇങ്ങനെ പല ഘടകങ്ങളുണ്ട്. പിന്നെ മന്ത്രിമാരുടെ പൊതുവായ അപ്രാപ്തി, മുഖ്യമന്ത്രിയുടെ പ്രായാധിക്യവും അനാരോഗ്യവും, ഇങ്ങനെയുള്ള ഘടകങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതൊക്കെ പിന്നെ സംഭവ്യമാണ്, സാധാരണമാണെന്ന് വിചാരിക്കാം. പക്ഷേ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോക കേരള സഭ പോലെ, അതല്ലെങ്കിൽ മാസപ്പടി കേസ് പോലെ, ശബരിമല സ്വർണ്ണക്കൊള്ള പോലെയുള്ള വിഷയങ്ങൾ,
അതിനൊക്കെ എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് പങ്കില്ല, സർക്കാരിന് പങ്കില്ല, ദേവസ്വം ബോർഡ് സ്വതന്ത്ര സ്ഥാപനമാണെന്നൊക്കെ പറയാം. പക്ഷേ പ്രശ്നം കിടക്കുന്നത് എവിടെയാണ്? പാർട്ടിയുടെ നേതാക്കന്മാരാണ് ഇതിൽ ദേവസ്വം ബോർഡ് മെമ്പർമാരായിട്ട് പ്രസിഡൻ്റായിട്ട് നോക്കിയിരുന്നത്. അവരൊക്കെ കേസിൽ പ്രതികളാണ്. അവർ ജാമ്യം നിഷേധിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്നു. ആ സന്ദർഭത്തിലും പാർട്ടിക്ക് ഇത് വിശദീകരിക്കാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ കളങ്കിതരായ ആളുകളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം. പണ്ട് മണിച്ചൻ്റെ മാസപ്പടി കേസ് വന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആളുകളെ പലരും പല നടപടിയെടുത്ത് പുറത്താക്കി. പാർട്ടിക്ക് വേണ്ടി പണം വാങ്ങിയവരെ ശാസിക്കുകയും തരം താഴ്ത്തി വെച്ചു. സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണം വാങ്ങിയവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഭാർഗവി തകപ്പനെ പുറത്താക്കി, അല്ലെങ്കിൽ സ്റ്റാൻലി സത്യനേശനെ പുറത്താക്കി. അതൊക്കെ കൊണ്ടാണ് തൽക്കാലമെങ്കിലും പിടിച്ചേക്കാൻ പറ്റിയത്. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഇവരൊക്കെ ഇപ്പോഴും പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടും ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടൊക്കെ തുടരുകയാണ്. അവരുടെ പേരിൽ യാതൊരു നടപടിയെടുക്കാൻ പാർട്ടിക്ക് കഴിയുന്നില്ല. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ശബരിമലയിൽ നിന്ന് ഇത്ര വലിയ കൊള്ള നടത്തിയത് പാർട്ടിയുടെ അനുവാദത്തോട്ടാണ്, അല്ലെങ്കിൽ പാർട്ടിയുടെ അറിവോടുകൂടിയിട്ടാണ്, പാർട്ടിയുടെ ഒത്താശയോടുകൂടിയിട്ടാണ് എന്നുള്ളൊരു ധാരണയല്ല വരിക. ഇതൊന്നും വിശദീകരിക്കാൻ പറ്റിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ താത്വികമായിട്ട് സൈദ്ധാന്തികമായിട്ട് പ്രത്യയശാസ്ത്രപരമായിട്ട് ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ ഇത് വിശദീകരിക്കാൻ ശ്രമിച്ചാൽ ആളുകൾ കോക്കറി കാണിക്കുക, അല്ലെങ്കിൽ ഉടുമുട്ട് ഉയർത്തി കാണിക്കുക എന്നുള്ളത് ആളുകൾക്ക് വേറെ മാർഗമില്ല. പാർട്ടിക്കാർക്കാകെ ചെയ്യാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് വോട്ട് ചെയ്യുക എന്നുള്ളത്. അത് അവർ ചെയ്യുകയും ചെയ്തു. അങ്ങനെയുള്ള ഇത്ര വലിയ ഭൂരിപക്ഷം ഉണ്ടായത്. പാർട്ടിക്ക് വേണ്ടി കള്ളവോട്ട് ചെയ്യാൻ പോയ സഖാക്കൾ വരെ അവരുടെ വോട്ട് കോൺഗ്രസ് ചെയ്തു. ഇനി കോൺഗ്രസ് ജയിക്കില്ല എന്ന് തോന്നിയ സ്ഥലത്ത് ബി ജെ പിക്ക് ചെയ്തു. അങ്ങനെയുള്ള ബി ജെ പിക്ക് 3 മെമ്പർമാരുണ്ടായത്. അപ്പോൾ ഇതാണ് പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ നേതൃത്വപരമായിട്ടുള്ളൊരു വലിയ ശൂന്യതയുണ്ട്. പിണറായി വിജയൻ കഴിഞ്ഞ ആര് എന്ന ചോദ്യത്തിന് തൃപ്തികരമായൊരു ഉത്തരവില്ല. കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചുപോയി, ഇ പി ജയരാജനെ ഒഴിവാക്കി, ഗോവിന്ദൻ മാഷാണ് ഉള്ളത്. ഗോവിന്ദൻ മാഷ് ഈ പാർട്ടിയെ ശക്തമായിട്ട് പാർട്ടി സെക്രട്ടറി എന്ന ഒരു താൻപൂരിലൂടെ നയിക്കാൻ കഴിയുന്നുണ്ടോ? ഒരു വലിയ ചോദ്യമാണ്. ഇതുപോലൊരു ചോദ്യം സി പി ഐ നേരിടുന്നുണ്ട്. സി പി ഐക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങൾ, ധാർമ്മിക പ്രശ്നങ്ങളുണ്ട്. ഇതുപോലെ അഴിമതി വിഷയമല്ലെങ്കിൽ പോലും അവിടെ സംഭവിച്ചിട്ടുള്ളത് ഇതിന് തത്തുല്യമായിട്ടുള്ള പ്രശ്നമാണ്. ഇപ്പോൾ സി പി എമ്മിൻ്റെ ഭാഗത്താണ് വലിയ ലാപ്സ് ഉണ്ടാകുന്നത്. നവകേരള സദസ്സ് നടത്തി തെറ്റായി പോയി എന്ന് പാർട്ടിക്ക് ഇപ്പം അറിയാം. പക്ഷെ അന്നറിയില്ലായിരുന്നു. അന്നിങ്ങനെ ഒരു കെട്ടുകാഴ്ച നടത്തുന്നതിന് മുമ്പ് പറയണ്ടേ? സി പി ഐക്ക് ഒരു ഉത്തരവാദിത്വമില്ലേ? അത് പറഞ്ഞില്ല. ആശാ സമരത്തെ കൈകാര്യം ചെയ്തത് തെറ്റാണെന്നുള്ളത് ഇവിടെ അരിയാഹാരം കഴിക്കുന്ന എല്ലാ ആളുകൾക്കും അറിയായിരുന്നു, സി പി ഐക്കാർക്കും അറിയായിരുന്നു. പക്ഷെ അത് പറഞ്ഞില്ല. അത് പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ഇത് വലതുപക്ഷത്തിൻ്റെ താല്പര്യപ്രകാരമാണ് ഇവരുടെ സമരം നടക്കുന്നതിന് കുറ്റപ്പെടുത്തുന്നു. അതെ, അത് കഴിഞ്ഞിട്ട് ഇപ്പം പറയുന്നു അത് നേരിട്ട രീതി ശരിയായില്ല. എന്നാൽ ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് പറയണ്ടേ? തെറ്റുപറ്റിയെന്ന് പറയില്ല, അത് നേരിട്ട രീതി ശരിയായിരുന്നില്ല, കമ്മ്യൂണിസ്റ്റ് രീതിയിലല്ല. കമ്മ്യൂണിസ്റ്റ് രീതി ചേരല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അല്ലാണ്ട് കോൺഗ്രസ് രീതി കൈയാളാനും കോൺഗ്രസ്സുകാരുടെ കാലിന കേന്ദ്ര മരീചകൾ പിന്തുടരാനല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. അങ്ങനെയല്ല. തെറ്റ് വരുമ്പോൾ ചൂണ്ടിക്കാണിക്കണം. പി എം ശ്രീയിൽ ഒപ്പിട്ടത് ഭയങ്കര തെറ്റായിപ്പോയി, അതിനെ സർക്കാരിനെ കൊണ്ട് പിന്തിരിപ്പിച്ചു. ശരിയാണ്, അതൊരു നേട്ടമാണ്. പക്ഷെ അത് മാത്രമായിരുന്നില്ലല്ലോ. ആവശ്യമുള്ള സമയത്ത് പ്രതികരിക്കാതെ ഇത് ആവശ്യം കഴിഞ്ഞ് ആളിയാത്ത അടിയന്തരം കഴിഞ്ഞതിന് ശേഷം അത് ചെയ്തത് ശരിയായില്ല, ഇത് ചെയ്തത് ശരിയായില്ല, ഇത് വേറൊരു രീതിയിൽ ചെയ്തിട്ടെങ്കിൽ കുറച്ചുകൂടി നന്നാവുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി അഥവാ തെറ്റ് പറ്റിയിട്ട് ആ തെറ്റിന് ആരായിരുന്നു ഉത്തരവാദി എന്നുകൊണ്ട് ആ ആൾ അതിന് സമാധാനം പറയട്ടെ. അതിന് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറിക്കാണ് തെറ്റ് പറ്റിയത്, അദ്ദേഹമുള്ളൂ ഈ സ്ഥാനം വഹിച്ചിരുന്ന ആൾ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് തെറ്റ് പറ്റി, ഞാനിത് ശരിയായ രീതിയിലല്ല വിലയിരുത്തിയത്, ആശാ സമരം അത്ര വലിയൊരു കാര്യമല്ല, അത് അനാവശ്യ സമരമാണെന്നാണ് എനിക്ക് അന്ന് തോന്നിയത്, പക്ഷേ എനിക്ക് തെറ്റുപറ്റി. ആ സി പി എംകാരുടെ ഭാഗത്ത് ഇങ്ങനൊരു നടപടി ഉണ്ടായപ്പോൾ നമ്മളതിനെ തിരുത്തേണ്ടതായിരുന്നു. ഒരു തിരുത്തൽ ശക്തിയുടെ റോള് നമുക്കുണ്ട്, നമ്മളത് ചെയ്തില്ല എന്ന് പറയട്ടെ. അത് പറയില്ല. അതിന് പകരം അത് ശരിയായ രീതിയിലല്ല നേരിട്ടത്. അതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ വേറെ തമാശ ഞാൻ പറയാം. നമ്മുടെ ഇതിൻ്റെ കാര്യമാണ്. ഈ മാസപ്പടി കേസിൽ പാർട്ടി ചെയ്തത് തെറ്റാണ്, മുഖ്യമന്ത്രി ചെയ്തത് തെറ്റാണ്, പാർട്ടിക്ക് അതിൻ്റെ അകത്ത് യാതൊരു വിശദീകരണവും ഇല്ല എന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം, സി പി എംകാർക്കും അറിയാം, കള്ളവോട്ട് ചെയ്യാൻ പോയ ആളുകൾക്കും അറിയാം. അത് തുറന്നു പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ സൈബർ സഖാക്കളൊക്കെ കുറേശ്ശെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് സി പി എംകാർ വരെ മനസ്സിലാക്കിയ തിരിച്ചറിഞ്ഞ കാര്യമാണ്. മാത്രവുമല്ല, ഇ ഡി റെയ്ഡ് ഉണ്ടായത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഹൈക്കോടതി വിധി വന്നതിൻ്റെ പിറ്റേ ദിവസമാണ്. ഹൈക്കോടതി വിധി വരുന്നവരെ ഇ ഡിക്കാർ സംയമനം പാലിച്ചു, വേറെ മാർഗം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പറയുന്നത് ഇത് കേരളത്തെ തകർക്കാൻ, ഇടതുപക്ഷ പ്രസ്ഥാനത്തെ തകർക്കാനുള്ള എന്നാൽ കേന്ദ്ര ഏജൻസിയുടെ ഗൂഢാലോചനയാണെന്നുള്ളതാണ്. അത് പറയണതിന് കുഴപ്പമൊന്നുമില്ല, വല്ല ചായക്കടയിലേക്ക് ഇരുന്ന് പറയാം. ഈ റെയ്ഡ് നടന്നതിൻ്റെ തൊട്ട് പിന്നാലെ അന്ന് വൈകുന്നേരം തന്നെ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഈ കളങ്കിതനായി പാർട്ടിക്കാർക്ക് തന്നെ വെറുക്കപ്പെട്ടവനായി നിൽക്കുന്ന പിണറായി വിജയൻ്റെ വീട്ടിൽ പോയി കണ്ട് അദ്ദേഹത്തെ ഐക്യദാർഢ്യം അറിയിക്കുകയാണ്. അവിടെ പോയി കുശലപ്രശ്നം നടന്ന ഒരു ചായയൊക്കെ കുടിച്ചു പോരാ, അതിന് കുഴപ്പമൊന്നുമില്ല. ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും. പിന്നെ പുറത്തിറങ്ങി വന്നിട്ട് ടി വി ക്യാമറകളുടെ മുമ്പിൽ നിന്നിട്ട് അദ്ദേഹം ഇത് ആവർത്തിക്കുകയാണ്.
കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ തകർക്കാനുള്ള ഗൂഢാലോചനയാണ്. സത്യത്തിൽ ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ തകർക്കുന്ന ഇതുപോലുള്ള നേതാക്കന്മാരാണ്. മനസ്സിലായില്ലേ? അതെ. ഇടതുപക്ഷത്തെ തകർക്കാനായിട്ട് എൻഫോഴ്സ്മെൻറ്റുകാർക്കോ കോൺഗ്രസ്സുകാർക്കോ ബി ജെ പിക്കാർക്കോ ലീഗുകാർക്കോ പറ്റില്ല. ഇടതുപക്ഷത്തെ തകർക്കുന്നത് പണ്ട് പശ്ചിമ ബംഗാളിൽ തകർത്ത പോലെ അല്ലെങ്കിൽ ത്രിപുരയിൽ തകർത്ത പോലെ തകർക്കുന്നത് ഈ നേതാക്കന്മാരും അവരുടെ സിൽബന്ധികളായ ചില ഡിഗ്രി വാലന്മാരും. ഇതാണ് ശരിക്കുള്ള പ്രശ്നം. ഇതാണ് ഇടതുപക്ഷം നേരിടുന്ന ധാർമ്മികമായ രാഷ്ട്രീയമായ പ്രശ്നം. അവർ വി ഡി സതീശനല്ല പേടിക്കേണ്ടത്, കുഞ്ഞാലിക്കുട്ടിയല്ല, രാജീവ് ചന്ദ്രശേഖരനല്ല. ഈ പാർട്ടിക്കകത്തിരുന്നുകൊണ്ട് പാർട്ടിയെ തകർക്കുന്ന, പാർട്ടിക്ക് ടാങ്ക് വെക്കുന്ന നേതാക്കന്മാർ സറി, അവരെ പേടിക്കും. പാർട്ടിയെ തകർക്കുന്നതുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കകത്ത് അല്ലെങ്കിൽ പാർട്ടിക്കൊപ്പം സഞ്ചരിച്ചിരുന്നവർ ഇപ്പോൾ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി ബാലകൃഷ്ണൻ കുറേയേറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. വി എസ് അച്യുതാനന്ദന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന സുരേഷ് കുമാർ IAS, റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥൻ, അദ്ദേഹം കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഞെട്ടിക്കുന്നതാണ്. ഇടതുപക്ഷം ഇങ്ങനെ സ്വയം കുഴി തോണ്ടിയ കാര്യങ്ങൾ അവരൊന്നൊന്നായി പുറത്തേക്ക് ഇടുമ്പോൾ അത് ഇനി അങ്ങോട്ട് അണികളെയും വിശ്വാസികളെയും ഒക്കെ തന്നെ ഏത് തരത്തിലായിരിക്കും ബാധിക്കുക? അല്ല, ഇപ്പോൾ ഈ കോടിയേരി ബാലകൃഷ്ണൻ്റെ കാര്യം തന്നെ പറയാം. കോടിയേരി ബാലകൃഷ്ണൻ പൊതുവെ എല്ലാവരും സ്നേഹിച്ചിരുന്ന ഒരു നേതാവാണ്. അദ്ദേഹത്തിന് രാഷ്ട്രീയമായിട്ട് എതിർപ്പുള്ളവർക്ക് പോലും വ്യക്തിപരമായിട്ട് കോടിയേരി എന്ന് പറഞ്ഞ മനുഷ്യനെ ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റുമായിരുന്നില്ല. അങ്ങനത്തെ ഒരു ആളായിരുന്നു അദ്ദേഹം. പൊതുവെ സൗമ്യനായ സുസ്മേരവാദനായ ഒരാൾ. അപ്പോൾ അദ്ദേഹം മരിച്ചപ്പോൾ വലിയൊരു വികാര വിക്ഷോഭം ഉണ്ടായിരുന്നുള്ള ശരിയാണ്. സുഖമില്ലാതെ മരിച്ചത്. കുടുംബപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സത്യത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ്റെ പ്രതിച്ഛായ തകർത്തതിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് ഇപ്പോൾ പരാതി പറയുന്ന ആളുകൾക്ക് തന്നെ വലിയ പങ്കുണ്ട്. അവർ വഹിച്ച അത്ര പങ്കൊന്നും പുറമെയുള്ള ആളുകളോ മറ്റാരെങ്കിലുമോ വഹിച്ചിട്ടില്ല. അത് നിൽക്കട്ടെ. എന്നാൽ കോടിയേരി ബാലകൃഷ്ണൻ മരിക്കും. കോടിയേരിയുടെ മൃതദേഹം തിരുവനന്തപുരത്ത് ദർശനത്തിന് വെക്കണം എന്ന് അവരാഗ്രഹിച്ചു. അവർ മാത്രമല്ല, പാർട്ടിക്കാരും പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ ആഗ്രഹിച്ചു. തിരുവനന്തപുരത്ത് തന്നെ ഒരുപാട് പേര് കാത്തു. പക്ഷേ അതിന് അവസരം കൊടുക്കാതെ അത് കണ്ണൂർ കൊടുന്ന് ദഹിപ്പിച്ചു. അതും നമുക്ക് മനസ്സിലാക്കാം. ഒരാൾ മരിച്ചാൽ അയാളോട് ചെയ്യാവുന്ന ഒരു നീതി എന്ന് പറയുന്നത് മരിച്ച അധികം വൈകാതെ സംസ്കാര കർമ്മം നടത്തുക എന്നുള്ളതാണ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. ഒരാൾ നേതാവായി പോയി എന്നുള്ള കാരണത്തോട് അയാളുടെ ബോഡി ഇങ്ങനെ 6-7 ദിവസമൊക്കെ കൊണ്ടു നടന്ന് പ്രദർശിപ്പിച്ച് അതൊരു ശരിയായ രീതിയല്ല. എന്തുമാട്ടെ, പാർട്ടി ഒരു നല്ല കാര്യം ചെയ്യാൻ തീരുമാനിച്ചു, നല്ല കാര്യം ചെയ്തു. പക്ഷേ ഇത് ചെയ്ത ഉടനെ തന്നെ എന്താ ചെയ്യുന്നത്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവിടെ നിന്ന് കണ്ണൂരിൽ നിന്ന് അവിടെ വെച്ച് വലിയ വികാരപ്രകടനമൊക്കെ നടത്തിയിട്ട് അപ്പം തന്നെ മേക്കപ്പ് തുടച്ച് കളഞ്ഞ് പുള്ളി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വന്ന് ആദ്യം കണ്ട വിമാനത്തിൽ ചാടിക്കയറി സ്വീഡനിലേക്കോ നോർവേയിലേക്കോ ഒറ്റ പോകില്ലേ ഇത്? അത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കല്ലേ, പാർട്ടിക്കാർ കാണുകയല്ലേ. കോടിയേരി ബാലകൃഷ്ണനെ സ്നേഹിക്കുന്ന ആളുകൾ കുടുംബാംഗങ്ങളെ മാറ്റി നിർത്തുക. സാധാരണക്കാരായ പാർട്ടിക്കാർ എന്താണെന്ന് മനസ്സിലാക്കുക. പാർട്ടിക്കാർ മനസ്സിലാക്കുന്നത് എന്താണ്? ഇയാൾ വിദേശ പര്യടനത്തിന് പോകാൻ മുട്ടി നിൽക്കരുന്നു. ഫിൻലാൻഡിലേക്കും നോർവേയിലേക്കും അത് കഴിഞ്ഞ് ഇംഗ്ലണ്ടിലേക്കും പോകാൻ നിൽക്കരുന്നു. ആ പോകാൻ നിൽക്കുന്ന സമയത്താണ് കോടിയേരി മരിക്കുന്നത്. അതുകൊണ്ട് ഫിനിഷ് യാത്ര വെട്ടിക്കുറച്ചു. ഫിൻലാൻഡിലേക്ക് പോയില്ല, നേരെ നോർവേയിലേക്ക് പോയി. നോർവേയിൽ നിന്ന് നേരെ ഇംഗ്ലണ്ടിലേക്ക് പോയി. അവിടെ പോയി സംഗതി ശരിയാണ്. മാർക്സിൻ്റെ ശവകുടീരത്തിൽ റീത്ത് വെച്ചു, കയ്യൊക്കെ ഇങ്ങനെ ചുരുട്ടി പിടിച്ചു, ഇങ്ങനെ കാണിച്ചു എന്നുള്ള ശരിയാണ്. അതല്ലല്ലോ യഥാർത്ഥ സംഭവം ഇതല്ലേ. ഇത് കൊച്ചുകുട്ടികൾക്ക് അവരറിയാം പുള്ളി എന്തിനാണ് വിദേശത്ത് പോകുന്നത്. പോകുമ്പോൾ ഭാര്യയെ കൊണ്ടുപോകുന്നു, മകളെ കൊണ്ടുപോകുന്നു, കൊച്ചുമകനെ കൊണ്ടുപോകുന്നു. ഇവരൊക്കെ സർക്കാർ ചെലവിൽ ഉല്ലാസയാത്ര നടത്തുന്നു എന്നുള്ളൊരു ഇമ്പ്രഷനല്ലേ പാർട്ടിക്കാരുടെ ഉണ്ടായിട്ടുള്ളത്, സാധാരണക്കാരുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ളത്, ഇടതുപക്ഷക്കാരുടെയും ഇടതുപക്ഷക്കാരല്ലാത്തവരുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു പരിണതിയിലേക്ക് എത്തിച്ചതിൻ്റെ ഉത്തരവാദിത്വം. പിന്നെ കോടിയേരിയുടെ കുടുംബത്തോട് ചെയ്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് വിനോദിനിയുടെ കാര്യം മാത്രമല്ല. ഈ കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭാര്യ സഹോദരൻ ട്രിവാൻഡ്രം ക്ലബ്ബിൽ ചീട്ട് കളിച്ച് പോലീസ് പിടിച്ചു. അത് അവിടെ വെച്ച് പോലീസുകാർക്ക് വേണമെങ്കിൽ ഒഴിവാക്കാൻ അല്ലെങ്കിൽ കേസ് ചെയ്യാൻ ചെയ്യുക. അതിന് പകരം അപ്പം തന്നെ അവിടെ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ സകല മാധ്യമ സ്ഥാപനങ്ങളിലേക്ക് വിളിച്ചു പറഞ്ഞു, ഇതാ കോടിയേരിയുടെ അളിയനെ പോലീസ് പിടിച്ചു. അതെന്ന് വെച്ചാൽ ഇവരെ ടാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് തൊട്ട് മുമ്പത്തെ ദിവസം വിനോദിനി ഏതാണ്ട് ഇതുപോലത്തെ ഒരു പരാമർശം നടത്തി കോടിയേരി മരിച്ചതിൻ്റെ അടുത്ത ദിവസം. അതായത് ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം തിരുവനന്തപുരത്ത് ദർശനത്തിന് വെക്കണം, ഞങ്ങൾക്കും ആഗ്രഹം ഉണ്ടായിരുന്നു, പാർട്ടിക്കാർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് നാക്കെടുക്കുമ്പോഴാണ് ഈ അളിയനെ പോലീസ് പിടിക്കുന്നത്. ഉടനെ തന്നെ അത് മാധ്യമങ്ങൾക്ക് കൊടുത്തു. അപ്പോൾ ഇവർക്ക് അതിൻ്റെ മെസ്സേജ് കൃത്യമായിട്ട് മനസ്സിലായി. സഖാവ് പിണറായി വിജയൻ അല്ലെങ്കിൽ പോലീസ്, അതും അല്ലെങ്കിൽ ശശിയാണല്ലോ പോലീസിനെ ഭരിക്കുന്നത്, ശശിയുടെ തിരുവിഷ്ടത്തിന് വിരുദ്ധമായ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ സ്ഥിതി ഇതാണ് എന്ന് മനസ്സിലായി. അവർ ഒതുക്കി. പിന്നെ ഇപ്പോഴാണ് പിന്നെ വാ തുറക്കുന്നത്. മനസ്സിലായില്ല. ഇങ്ങനെ നമ്മൾക്കറിയാത്ത ഒരുപാട് നാടകങ്ങളും അന്തർനാടകങ്ങളും ഇതിൻ്റെ അകത്ത് നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ 2011 VS സർക്കാരിന് തുടർഭരണത്തിനുള്ള സാധ്യതയുണ്ടായിരുന്നു. അന്ന് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ 13ഇടത്ത് തോൽവി ഉറപ്പിക്കുവാൻ വണ്ണമുള്ള ദുർബലരായ സ്ഥാനാർത്ഥികളെ നിർത്തി അന്ന് സ്വയം തോറ്റുകൊടുക്കുകയായിരുന്നു. അത് അന്നു മുതൽ പലരും പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ
വി എസിനൊപ്പം എൻ്റെ ദിനങ്ങൾ എന്ന പുസ്തകത്തിൽ ആണ് സുരേഷ് കുമാർ ഈ കാര്യം പറയുന്നത്. അതുപോലെ തന്നെ ഒട്ടേറെ കാര്യങ്ങൾ, ഈ ഫയലുകൾ മുഖ്യമന്ത്രി അന്ന് വി എസ് ആയിരുന്നല്ലോ, അദ്ദേഹം കാണുന്നതിന് മുൻപ് AKG സെൻറ്ററിലേക്ക് പോകുന്നു, പാർട്ടി സെക്രട്ടറിയും മറ്റുമൊക്കെ തന്നെ കണ്ടതിന് ശേഷമാണ് അദ്ദേഹത്തിലേക്ക് കൊടുത്തിരുന്നത്. ഒപ്പം ഒട്ടേറെ കാര്യങ്ങളിൽ ഒരു തുറന്ന പറച്ചിൽ ഇപ്പോഴാണ് നടത്തുന്നത്. അല്ല, അത് നേരത്തെ തന്നെ അറിവുള്ള കാര്യമാണ്. സുരേഷ് കുമാർ ഇപ്പോൾ തുറന്നു പറഞ്ഞു എന്ന് മാത്രം. പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് ബാലഗോപാലിനെ വി എസിൻ്റെ ഓഫീസിൽ ഇരുത്തിയത് തന്നെ വി എസ് തന്നിഷ്ടപ്രകാരം ഭരണം കൊണ്ടുവരുത്, ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പോഴപ്പോൾ AKG സെൻറ്ററിൽ അറിയണം. AKG സെൻറ്ററിൽ എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ അറിയണം. പിണറായി അറിയാതെ സെക്രട്ടേറിയറ്റിൽ ഒരു ഈച്ച പോലും അനങ്ങരുത്. മാത്രമല്ല, മന്ത്രിമാരെ തീരുമാനിച്ചതും പിണറായി വിജയനാണ്. തോമസ് ഐസക്കിനെ ധനകാര്യമന്ത്രിയായിട്ടും, അതുപോലെ സുധാകരനെ സഹകരണ ദേവസ്വം മന്ത്രിയായിട്ടും, അത് നമ്മുടെ ബാലനെ വൈദ്യുതി മന്ത്രിയായിട്ടും ഒക്കെ ഇരുത്തിയത് പിണറായിയാണ്. മിക്കവാറും എല്ലാ മന്ത്രിമാരും പിണറായിയുടെ നോമിനികളായിരുന്നു, ശർമ്മ ഒഴിച്ച്. നമ്മുടെ S ശർമ്മ മാത്രമാണ് വി എസിൻ്റെ ഒരു നോമിനിയായിട്ട് വന്നത്. ശർമ്മയ്ക്ക് തന്നെ താരതമ്യേന അപ്രധാനമായ ഒരു വകുപ്പാണ് കിട്ടിയത്. കാരണം പ്രധാനപ്പെട്ട വകുപ്പ് കിട്ടുന്ന ആളാണ്, വളരെ സീനിയറാണ്, നേരത്തെ ഒരിക്കൽ മന്ത്രിയായ ആളാണ്. പക്ഷേ ആ വക പരിഗണനയൊന്നും അദ്ദേഹത്തിന് കിട്ടിയില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇയാൾ വി എസിൻ്റെ ആളാണ് എന്നുള്ളതുകൊണ്ട്. മറ്റുള്ളവർക്കൊക്കെ അപ്പോൾ കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്തു തരുന്നത് AKG സെൻറ്ററിൽ നിന്നാണ്. അത് ഒരു പരിധി വരെ നമുക്ക് ന്യായീകരിക്കാം. വി എസിന് പിണറായിക്ക് ഇഷ്ടമല്ല എങ്കിൽ പോലും പാർട്ടിയാണ് ഭരിക്കുന്നത്, അല്ലാതെ മുഖ്യമന്ത്രി സർക്കാരോ അല്ല. ഇടതുപക്ഷ സർക്കാരിൽ അങ്ങനെയുള്ളൂ, പാർട്ടിക്കാണ് പ്രാമാണ്യം. അത് വി എസിനിരുന്നപ്പോൾ വളരെ കൃത്യമായിരുന്നു, കർക്കശമായിരുന്നു പാർട്ടിയുടെ നിയന്ത്രണം. പക്ഷെ പിണറായി മുഖ്യമന്ത്രിയായപ്പോൾ എന്ത് സംഭവിച്ചു? കോടിയേരി ബാലകൃഷ്ണനോ ഗോവിന്ദ മാഷോ ഇടക്കാലത്ത് പാർട്ടി സെക്രട്ടറി ചുമതല വഹിച്ച വിജയരാഘവനോ എന്തെങ്കിലും ഇടപെടൽ ഭരണകാര്യത്തിൽ, ഇടപെടൽ വെച്ചാൽ ഭരിക്കുന്ന കാര്യത്തിലല്ല, പാർട്ടിയുടെ നിയന്ത്രണം ഏതെങ്കിലും ഘട്ടത്തിൽ ഉണ്ടായിരുന്നു? ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നില്ല. ഇവരൊക്കെ പിണറായി വിജയൻ്റെ വെറും യെസ് മെൻ മാത്രമായിരുന്നു. ആ പിണറായി വിജയൻ പറയുന്നതിന് അതെ അതെ അങ്ങനെ പറയുന്ന ജോലി മാത്രം ഉണ്ടായിരുന്നു. അതിനാൽ ഇവർക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടായില്ല. അതുകൊണ്ടുകൂടി ഈ ഭരണം ഇത്ര വഷളായത്. എപ്പോഴും അങ്ങനെയുള്ളൂ. ഈ കെ നായനാർ മുഖ്യമന്ത്രി ആക്കുമ്പോൾ VS അച്യുതാനന്ദനാണ് പാർട്ടി സെക്രട്ടറി. അപ്പോൾ അദ്ദേഹം ഈ നയപരമായ കാര്യങ്ങൾ അവിടെ AKG സെൻറ്ററിൽ തീരുമാനിച്ചിട്ടാണ് നടപ്പാക്കിയത്. അതുപോലെയാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ EMS നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രി, ഇപ്പോൾ M ഗോവിന്ദനായിരുന്നു പാർട്ടി സെക്രട്ടറി. അങ്ങനെയുള്ളൂ ചെയ്യണ്ടേ. പാർട്ടിയുമായിട്ട് ആലോചിച്ചിട്ട് വേണം ഭരണം നടത്താൻ. പാർട്ടിയാണ് അധികാരത്തിലേക്ക്. ഇപ്പോൾ CPI-ക്കാരായ മന്ത്രിമാർ 3 പേരോ 4 പേരുണ്ടെങ്കിലും നയപരമായ കാര്യങ്ങൾ MN സ്മാരകത്തിൽ ചർച്ച ചെയ്തിട്ടാണ് തീരുമാനിക്കുന്നത്. അത് ചെയ്യാത്തിടത്തോളം കാലം ഇത് പറയുന്നതിൽ കഥയില്ല. ഓക്കെ, ഇതിപ്പോൾ CPM-ഉം CPI-യും തമ്മിലുള്ള തർക്കവും ഇപ്പോൾ വാർത്തയായിട്ടുണ്ട്. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെ സംബന്ധിച്ചുള്ള ഒരു തർക്കം വളരെ ശക്തമായി മുന്നോട്ട് പോയി. അത് പലപ്പോഴും വാർത്തയാവുകയും ചെയ്തു. അതെ, അത് സത്യത്തിൽ അനാവശ്യമായ ഒരു തർക്കമാണ്. പ്രതിപക്ഷ ഉപനേതാവ് എന്ന് പറഞ്ഞാൽ എന്തോ വലിയ എടുത്ത പൊങ്ങാത്ത പദവിയൊന്നുമല്ല, ആലങ്കാരികമായ ഒരു സ്ഥാനമാണ്. ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വന്ന അന്ന് മുതൽക്ക്, അധികാരത്തിൽ വന്ന ഇടതുപക്ഷ മുന്നണി ഉള്ള സമയത്ത് ഭരണത്തിലാണെങ്കിലും പ്രതിപക്ഷത്താണെങ്കിലും ഒക്കെ പിന്തുടരുന്ന ഒരു രീതിയുണ്ട്. മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ വരും. പിണറായി വിജയൻ്റെ ആണ് സ്റ്റേറ്റ് കാർ, 1-ാം നമ്പർ സ്റ്റേറ്റ് കാർ. 2-ാം നമ്പർ കാർ CPI-യുടെ പാർലമെൻ്ററി പാർട്ടി ലീഡറായിരിക്കും. അത് കഴിഞ്ഞ 1-ാം പിണറായി സർക്കാരിൽ E ചന്ദ്രശേഖരനായിരുന്നു, 2-ാം പിണറായി സർക്കാരിൽ K രാജനായിരുന്നു. അതൊരു നോർമൽ കേഡ്സി മാത്രമാണ്. എഴുതപ്പെട്ട ഭരണഘടനയൊന്നുമില്ല. 1-ാം നമ്പർ കാർ മുഖ്യമന്ത്രി എടുക്കണം, 2-ാം നമ്പർ കാർ CPI-യുടെ പാർലമെൻ്ററി പാർട്ടി എടുക്കണം, ഇല്ല അങ്ങനെയൊന്നുമില്ല. ഇപ്പോഴത്തെ നോക്കി സതീശൻ്റെയാണ് 1-ാം നമ്പർ, 2-ാം നമ്പർ കുഞ്ഞാലിക്കുട്ടിയാണ്, 3-ാം നമ്പർ ആണ് നമ്മുടെ ചെന്നിത്തല കൊടുത്തു. പക്ഷേ അദ്ദേഹം അത് മാറ്റി, പുള്ളിക്ക് ന്യൂമറോളജിയിലുള്ള വിശ്വാസം കൊണ്ട് 9-ാം നമ്പറാക്കി. നിയമസഭയിൽ ഇരിക്കുമ്പോഴൊക്കെ ആ സീറ്റ് നിശ്ചയിക്കുന്ന ആ രീതിയിലാണ്. 1-ാമത് ഇരിക്കുന്ന ആൾ മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി അടുത്തിരിക്കുന്ന ആൾ അടുത്ത ഘടകകക്ഷിയുടെ പ്രധാനപ്പെട്ട നേതാവ്, അങ്ങനെയാണ്. പിന്നെ 3-ാമത് ഇരിക്കുന്ന 3-ാമത്തെ പാർട്ടിയുടെ നേതാവ്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ഥാനം ക്രമം ഉണ്ടാക്കുന്നത്. അതൊക്കെ ഒരു സൗകര്യത്തിന് വേണ്ടി ചെയ്തത്. ഈ ഉപനേതാവ് എന്നൊക്കെ പറഞ്ഞത് ഒരു അനാവശ്യ കാര്യമാണ്. ഇതൊന്നും ഒരു കാര്യമില്ല. ഉപനേതാവിന് അങ്ങനെ എടുത്താൽ പോകാത്ത വലിയ ചുമതലകളോ ഉത്തരവാദിത്തങ്ങളോ അല്ലെങ്കിൽ സ്ഥാന മഹത്വമൊക്കെ ഉണ്ടെങ്കിൽ ശരിയാണ്. ഇപ്പോൾ അങ്ങനെ ഉപനേതാവിന് വേണ്ടി വാശി പിടിക്കുന്നതിൽ കാര്യമില്ല. ഇനിയിപ്പോൾ ഒരു ഇടതുപക്ഷ സർക്കാർ വരുമ്പോൾ CPI-ക്ക് വേണമെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കാം. കിട്ടിയിട്ട് എന്ത് ചെയ്യുന്നുള്ള വേറെ ചോദ്യമാണ്, എങ്കിൽ പോലും ചോദിക്കാം. അതിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇതിനൊരു ന്യായമുണ്ട്. ഇപ്പോൾ UDF ആണ് പ്രതിപക്ഷത്തിരിക്കുന്നതെങ്കിൽ UDF-ൻ്റെ ചെയർമാൻ അത് കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡർ CLP ലീഡറായിരിക്കും, അത് VD സതീശനാണ്. ഉപനേതാവ് എന്ന് പറയുന്നത് കുഞ്ഞാലിക്കുട്ടിയായിരിക്കും, മുസ്ലിം ലീഗിൻ്റെ നേതാവ് എന്ന രീതിയിൽ. അവിടെ അങ്ങനെ ഒരു കീഴ്വഴക്കം പണ്ട് കൊണ്ടുവരുന്നത് മുന്നണിയിൽ അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല. ഇത്ര കാര്യമുള്ളൂ. അതങ്ങനെ വലിയൊരു ആഗോള പ്രശ്നമാക്കി അഭിമാന പ്രശ്നമാക്കി എടുക്കുന്നതിൽ കാര്യമൊന്നുമില്ല. അത് യഥാർത്ഥ പ്രശ്നത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. യഥാർത്ഥ പ്രശ്നം ഞാൻ ഈ നേരത്തെ പറഞ്ഞാണ്. അതെ,
CPM-കാരെ ഈ വക ഗുണ്ടായുസമൊക്കെ നടത്തി നാട്ടുകാരെ വെറുപ്പിച്ചപ്പോൾ അതിനെതിരെ ഒരക്ഷരം മിണ്ടാൻ കഴിയാതിരുന്ന അല്ലെങ്കിൽ മിണ്ടാതിരുന്ന ആളുകൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ഉപനേതൃത്വം കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ കുത്തിച്ചാകും, അല്ലെങ്കിൽ ഞങ്ങൾ മുന്നണി വിട്ടുപോകും, ഞങ്ങൾ വേറെ ബ്ലോക്കായിട്ട് മാറിയിരിക്കും എന്നൊക്കെ പറഞ്ഞു. പരിഹാസ്യമാണ്, അതിന് കൂടുതലായിട്ടൊന്നും പറയാൻ. സർ, ഇനിയിപ്പോൾ ഈ വിഷയങ്ങൾ കാരണം പരാജയം സംഭവിച്ചു, അങ്ങ് പറഞ്ഞതുപോലെ ശരിയാണ്, പരാജയം മുൻപും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ പരാജയത്തിന് ശേഷം ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, അത് നേതൃത്വത്തെ സാരമായി ബാധിക്കുന്ന വിഷയങ്ങൾ, പിണറായി വിജയനെ നേരിട്ട് ആക്രമിക്കുവാൻ മറ്റുള്ളവർക്ക് ആയുധം കൊടുക്കുന്ന വിഷയങ്ങൾ, ഇപ്പോൾ സന്നാഹവുമായി ED എത്തും. അതുപോലെ തന്നെ പാർട്ടിയെ ആര് നയിക്കും എന്നുള്ളത് സംബന്ധിച്ചുള്ള കാര്യം. കാരണം MV ഗോവിന്ദൻ എന്ന നേതാവ് എത്രത്തോളം ഇഫക്റ്റീവായിരുന്നു എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. അദ്ദേഹം വളരെ ഒരു തരത്തിലും അദ്ദേഹത്തിന് സ്വാധീനിക്കാൻ സാധിച്ചു എന്നുള്ളൊരു സംശയമുണ്ട് എന്നാണ് പലരും പറയുന്നത്. ഒരു നിരീക്ഷണം വരുന്നത് പാർട്ടിയെ നയിക്കുവാനും ഒപ്പം തന്നെ നിയമസഭയിൽ പാർട്ടിക്ക് നേതൃത്വം നൽകുവാനും പുതിയ ആളുകൾ വേണം എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. അതിനോട് അങ്ങ് യോജിക്കുന്നുണ്ടോ? അല്ല, തീർച്ചയായിട്ടും ഒരു ഇളക്കി പ്രതിഷ്ഠ അനിവാര്യമാണ്. അത് CPM-ലും CPI-ലും അത്യാവശ്യമാണ്. കാരണം എന്താ വെച്ചാൽ ഈ നേതൃത്വത്തിൻ്റെ പരാജയം ഇതിനകത്ത് ആർക്കും ഒഴിവാക്കാൻ പറ്റില്ല. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു, അതിന് പല കാരണങ്ങളുമുണ്ട്. സർക്കാരിൻ്റെ ദോഷം മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു. അതിപ്പോൾ ഗോവിന്ദ മാഷിൻ്റെ കുഴപ്പമല്ല, ബിനോയ് വിശ്വത്തിൻ്റെ കുഴപ്പമല്ല, മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ വളരെ ജീർണമായിരുന്നു. പക്ഷേ ഇപ്പോൾ പാർട്ടി CPM-ന് പറ്റിയൊരു തെറ്റെന്നറിയാമോ? ഈ കളങ്കിതനായ മുഖ്യമന്ത്രിയെ പ്രതിപക്ഷ സ്ഥാനത്ത് ഇരുത്തി എന്നുള്ളതാണ്. അപ്പോൾ അത് കൊടുക്കുന്ന സന്ദേശം എന്താണ്? ഭരണം വളരെ മോശമാണ്, ജനങ്ങൾ വോട്ട് ചെയ്ത് തോപ്പിച്ചു, തെങ്ങുമ്പ കയറ്റി, ഇല്ലേ? അതെ. 99 സീറ്റുണ്ടായിരുന്ന ആളുകളെ 35-ലേക്ക് ചുരുക്കി. മറ്റവർക്ക് 102, ഇവർക്ക് 3 സീറ്റുകൾ കൊടുത്തു. ഇത് ചെറിയ കാര്യമല്ല. 102 ചെറുതല്ല, 3 ചെറുതല്ല. 3 വെച്ചാൽ കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യം. അപ്പം ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടായതിനു ശേഷവും ഞങ്ങൾ പാഠം പഠിക്കുകയില്ല. ഞങ്ങൾ ആ നേതാവിനെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതാവസാനം വരെ ചുമക്കാൻ ബാധ്യസ്ഥരാണ് എന്ന സന്ദേശമല്ലേ കൊടുത്തത്. അതിപ്പോൾ പാർട്ടിക്കാരുടെ ഇടയിൽ, അനുഭാവികളുടെ ഇടയിൽ, സഹയാത്രികരുടെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു ഇമേജ് എന്താണെന്ന് ആലോചിച്ച് നോക്കുക. അത് കൊടുത്ത സന്ദേശം എന്താണ്? ഇനിയിപ്പോൾ ED റെയ്ഡ് നടക്കും. ഇദ്ദേഹം പ്രതിപക്ഷ നേതാവായതുകൊണ്ടല്ലേ ഇത്ര വലിയ വിഷയം. പ്രതിപക്ഷ നേതാവ് വേറെ ആളായിരുന്നു ഇരിക്കുക. വെറും പിണറായി വിജയൻ MLA, മുൻ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ED-ക്കാർ വന്ന് പരിശോധന എടുത്തു. അവർ വന്ന് പരിശോധന എടുത്ത് പൊട്ടേന്ന് വിചാരിച്ചാൽ മതി, ആ പ്രശ്നം തീർന്നത്. അതിന് പകരം സഖാക്കൾ കല്ലും കട്ടയുമായിട്ട് വന്നവരെ ആക്രമിക്കാൻ ശ്രമിക്കും. പാർട്ടിക്കാർ പറഞ്ഞു ഇതൊന്നുമല്ല ആക്രമണം, ഞങ്ങളുടെ ആക്രമണത്തിൻ്റെ രീതി പറയണം. 51, 52 വെട്ടൊക്കെ വിട്ട്, അല്ലെങ്കിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ് തടഞ്ഞു നിർത്തി യാത്രക്കാരോടുകൂടി കത്തിക്കുക, ഇതൊക്കെയാണ്. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ആക്രമിച്ച പതിവ്. ഇതൊന്നും ഒരു ആക്രമണമല്ലെന്ന് പറഞ്ഞത്. അങ്ങനെ പറയാട്ടോ, പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറയുന്നത് ഏതാണ്ട് തൃണമൂൽ കോൺഗ്രസ് പോലെ ആയിപ്പോരുത്, അതാണ് നമുക്ക് ആകെ ചിന്ത. അല്ല സാർ, ഇപ്പോൾ ഈ കണ്ണൂരിലെ പ്രത്യേകിച്ച് പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും ചില പാർട്ടി പ്രവർത്തകരോട് കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായി വളരെ ശക്തമായി പ്രവർത്തിക്കുന്നവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് പാർട്ടി പ്രവർത്തകർ തന്നെ താക്കീത് നൽകിയിട്ടുണ്ട് നേതൃത്വത്തിന്. അതായത് അവരുടെ നേതൃത്വത്തിൻ്റെ പിടിപ്പുകേടിനെയും തെറ്റായ പോക്കിലെയും ഒക്കെ തന്നെ ശക്തമായി വിമർശിച്ചു. യാതൊരു ഗുണവുമില്ല, അവർ തിരുത്തുന്നില്ല എന്ന് കണ്ടതുകൊണ്ടാണ് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി കൊടുത്തത്. പയ്യന്നൂരിലും തളിപ്പറമ്പിലും TK ഗോവിന്ദനും അതുപോലെ തന്നെ കുഞ്ഞികൃഷ്ണനും ഒക്കെ വിജയിച്ചു. G സുധാകരൻ പാർട്ടിയോട് കലഹിച്ചു പോയി, അവിടെയും വിജയിച്ചു. അതൊക്കെ പാർട്ടി നേതൃത്വത്തിന് കൊടുത്ത വലിയ പ്രഹരങ്ങളാണ് എന്ന് അവർ തന്നെ പറയുകയാണ്. എന്നിട്ടും തിരുത്തുന്ന ലക്ഷണം കാണുന്നില്ല. അല്ല, അത് തന്നെ നോക്കിയാൽ മതിയല്ലോ. ഈ കുഞ്ഞികൃഷ്ണനാണെങ്കിലും ഗോവിന്ദനാണെങ്കിലും സുധാകരനാണെങ്കിലും ഇവരൊക്കെ ഒരു ആയുഷ്കാലം മുഴുവനും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവരാണ്. സുധാകരൻ പിന്നെ പല പ്രാവശ്യം MLA ഉണ്ട്, മറ്റൊരു MLA-യോ മന്ത്രി ഒന്നും ആകാൻ ആഗ്രഹിച്ചവരല്ല, അതിനൊന്നും തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ താല്പര്യമുള്ളവരുമല്ല. ഇപ്പോൾ കുഞ്ഞികൃഷ്ണൻ്റെ പരാതി എന്തായിരുന്നു? പയ്യന്നൂർ സീറ്റിൽ അല്ല, തളിപ്പറമ്പിൽ ഒരു പുതിയ ഗോവിന്ദ മാഷ് മാറി പുതിയ സ്ഥാനാർത്ഥി വരും. അവിടെ ഒരു വനിതാ സ്ഥാനാർത്ഥി വേണമെന്ന് പറയും. അവർ സുകന്യ എന്ന് പറഞ്ഞ് ഒരുപാട് കൊല്ലം SFI-യിൽ പ്രവർത്തിച്ച, പണ്ട് കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ചെയർപേഴ്സണൊക്കെ ആയിരുന്ന ഒരു വനിതയുണ്ട്. നമ്മുടെ സഖാവ് ജെയിംസ് മാത്യുവിൻ്റെ സഹധർമ്മിണിയാണ്. അവരെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് കുറേ ആളുകൾ അതിനെ പിന്തുണക്കും. അവരെ നിഷ്കരണം മാറ്റിയിട്ട് ഗോവിന്ദൻ മാഷിൻ്റെ ഭാര്യ സ്ഥാനാർത്ഥിയിട്ടു. ഇത് തെറ്റാണെന്ന് പറഞ്ഞാണ്. അല്ല, അതിനാണ് ഈ ഗോവിന്ദനെ, കുഞ്ഞികൃഷ്ണനല്ല, കുഞ്ഞികൃഷ്ണൻ മറ്റേ രക്തസാക്ഷി ഫണ്ട് കേസില്ല. അതിൽ ന്യായമാണെന്ന് ജനങ്ങൾക്ക് തോന്നി. തളിപ്പറമ്പ് പോലൊരു സീറ്റിൽ CPM തോക്കണമെങ്കിൽ പണിയെത്രണെന്ന് പറയും. തൃക്കരിപ്പൂരിൽ അങ്ങനെ തോറ്റു, പയ്യന്നൂർ എങ്ങനെ തോറ്റു, തളിപ്പറമ്പിൽ എങ്ങനെ തോറ്റു, നാദാപുരത്ത് എങ്ങനെ തോറ്റു, കുറ്റ്യാടിയിൽ എങ്ങനെ തോറ്റു, പേരാമ്പ്രയിൽ എങ്ങനെ തോറ്റു. ഇതൊക്കെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളല്ലേ. ഈ മണ്ഡലങ്ങളിലൊക്കെ ഏതെങ്കിലും കാലത്ത് കോൺഗ്രസ്സുകാരോ ലീഗുകാരോ ജയിക്കാമെന്ന് അവർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല.
സ്വപ്നം കാണാത്ത സീറ്റുകളിലാണ് കോൺഗ്രസ് ജയിച്ചതല്ല, കോൺഗ്രസിനെ പാർട്ടിക്കാർ തന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത്. അതല്ലേ കോഴിക്കോട് 1-ാം മണ്ഡലത്തിൽ നിന്ന് തോറ്റ, 1-ാം മണ്ഡലത്തിൻ്റെ പേര് കോഴിക്കോട് നോർത്തെന്ന്. ആ സഖാവ് തോട്ടത്തിൽ രവീന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം അഴിമതിക്കാരനൊന്നുമല്ല, ജനങ്ങൾക്ക് പൊതുവെ സ്വീകാര്യനായിട്ടൊരു വ്യക്തിയാണ്. നേരത്തെ കോഴിക്കോട് മേയറായിരുന്ന ആൾ, കഴിഞ്ഞ 5 കൊല്ലം MLA ആയിരുന്ന ആൾ. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൻ്റെ പിറ്റേ ദിവസം ചാനലുകാർക്ക് കൊടുക്കുന്ന ബൈറ്റ് ഉണ്ട്. പുള്ളി പറയുന്നത് കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ കോൺഗ്രസ് ജയിക്കല്ലേ, ഇത് CPM തോക്കുക, അന്യതാ CPM കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകൾ, CPM ശക്തി കേന്ദ്രങ്ങളിൽ BJPയുടെ വോട്ട് കുത്തനെ വർദ്ധിച്ചിരിക്കും. കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് 2021 കിട്ടിയ അതേ വോട്ട് തന്നെ ഇത്തവണ കിട്ടിയിട്ടുള്ളൂ. സ്ഥാനാർത്ഥി വേറെ ആയിരുന്നു പറഞ്ഞു. പക്ഷേ LDFൻ്റെ വോട്ട് കുറയും, BJPയുടെ വോട്ട് കൂടും. ഇതാണ് സംഭവിച്ചത്. അത് തന്നെയാണ് കോഴിക്കോട് സൗത്തിലും കാണുന്നത്. അപ്പോൾ ഇത് നൽകുന്ന വ്യക്തമായ സന്ദേശമുണ്ട്. അതെന്താ അറിയാമോ? അതാണ് പ്രധാനം. CPM തളരുകയാണ്, UDF വളരുകയല്ല. UDFന് പണ്ട് കിട്ടിയ വോട്ട് ഇപ്പോഴും കിട്ടുന്നുണ്ട്, നാട്ടപ്പോഴും പറിച്ചപ്പോഴും ഒരു കൊട്ട. ഇതാണ് സംഗതി. ഇത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും കണ്ടു. എളമരം കരീമിൻ്റെ വോട്ട് കുറഞ്ഞുകൊണ്ടാണ് MK രാഘവൻ്റെ ഭൂരിപക്ഷം കൂടിയത്. രാഘവന് പണ്ട് കിട്ടിയ വോട്ടിനേക്കാളും വലിയ കൂടുതലൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ കരീമിൻ്റെ വോട്ട് കുറഞ്ഞപ്പോൾ എവിടെ കൂടിയത് MT രമേശിനാണ്. രമേശ് അതുകൊണ്ട് ജയിക്കുന്നില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല മാറ്റങ്ങളും, അടിസ്ഥാനപരമായ മാറ്റങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്നുണ്ട്. അത് പാർട്ടിക്കാർക്ക് മനസ്സിലാവുന്നില്ല. അതിന് പകരം സാമ്രാജ്യത്വം, ഫാസിസം എന്നൊക്കെ പറഞ്ഞാൽ ഈ വക പിത്തലാട്ടമൊന്നും കേട്ട ആളുകൾ പഴയ പോലെ പേടിക്കില്ല. ജനങ്ങൾക്കൊക്കെ അറിയാം സാമ്രാജ്യത്വം എന്നൊക്കെ പറഞ്ഞ് ഇത്രയുള്ളൂ, ഫാസിസം എന്ന് പറഞ്ഞാലും ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇതൊക്കെ കാലാകാലങ്ങളിൽ കൊച്ചു പിള്ളേരെ പേടിപ്പിക്കാൻ വേണ്ടി കോക്കാച്ചി വരും എന്ന് പറയില്ല, അങ്ങനെ വരും. ചങ്ങടെ ഈ മധ്യ കേരളത്തിലേക്ക് ഉണ്ട്. കോക്കാച്ചി എന്താണെന്ന് ആർക്കും അറിയില്ല. കുട്ടികൾ നീങ്ങുമ്പോൾ പേടിക്കും എന്ന് പറഞ്ഞ പോലെ കോക്കാച്ചി വരും, സാമ്രാജ്യത്വം. ഈ ലോകത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ ഈ കമ്മ്യൂണിസ്റ്റ് ഭരണം? വടക്കം കൊറി കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലുണ്ട്, ചൈനയിൽ പോലുമില്ല. വിയറ്റ്നാമിലൊക്കെ പണ്ടേ തന്നെ അതൊക്കെ സോഷ്യൽ ഡെമോക്രസികളായിട്ട് മാറി. സോവിയറ്റ് യൂണിയൻ എന്നേ തകർന്നു. അപ്പോൾ അങ്ങനെ വടക്കം കൊറി കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു പരിസ്ഥിതി കാണിച്ചിട്ട് സാമ്രാജ്യത്വം നമ്മളെ വേട്ടയാടുന്നു എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾ ചിരിക്കും എന്നല്ലാതെ ഒരു വിശേഷമില്ല. സർ, ആഴത്തിൽ വേരോട്ടമുണ്ടെന്നും കേഡർ സംവിധാനമാണെന്നും ഒക്കെ പറഞ്ഞാലും അങ്ങ് പറയുന്നത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിരുത്തിയില്ല എങ്കിൽ CPM അല്ലെങ്കിൽ ഇടതുപക്ഷം തളർന്നുകൊണ്ടേയിരിക്കും. ആ സ്പേസിൽ BJP വളരും, കോൺഗ്രസ് തിരിച്ചു വന്നു, അവർക്ക് കൂടുതൽ നില ശക്തമാക്കാനുള്ള അവസരവും ഒരുങ്ങും അല്ലേ? അത് തന്നെ ഇപ്പം ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം ഈ ലിയോ പറഞ്ഞ അല്ല, ഇതാണ് സംഭവമായി വരുന്നത്. എന്നാലും ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, അതായത് ഈ ED സംഭവം എന്ത് തരത്തിലുള്ള ഒരു ഒരു തിരിച്ചടിയായിരിക്കും ഇടതുപക്ഷത്തിന്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് പിണറായി വിജയനും മകൾക്കും ഒക്കെ കൊടുക്കാൻ പോകുന്നതെന്നാണ് കരുതുന്നത്? ഇത് പിണറായിയിലും മകളിലും അവസാനിക്കില്ലെന്നൊക്കെയാണ് കേൾക്കുന്നത്. അല്ല, ഈ മാസപ്പടി ഇവരെ രണ്ടുപേരും മാത്രമേ ബാധിക്കൂ. ശരിക്കും പറഞ്ഞാൽ വീണയുടെ പിതാവ് എന്നുള്ള രീതിയിൽ പിണറായി വിജയനെ ബാധിക്കുള്ളൂ. ബാക്കി സംഭാവന മേടിച്ചവരാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, BJPക്കാർ വാങ്ങിച്ചിട്ടുണ്ട്, ലീഗുകാർ വാങ്ങിച്ചിട്ടുണ്ട്, കേരള കോൺഗ്രസ്സുകാർ വാങ്ങിയിട്ടുണ്ട്, കോൺഗ്രസ്സുകാർ വാങ്ങിയിട്ടുണ്ട്, എല്ലാവരും വാങ്ങിയിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടിയും രമേശ് ചെന്നിത്തലയും സതീശനും ഒക്കെ ആ ലിസ്റ്റിലുണ്ട്. ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ അതുകൊണ്ട് പറഞ്ഞു. അതല്ല പ്രശ്നം, അത് സംഭാവനയാണ്. ഇത് മാസപ്പടിയാണ്. ഈ മാസപ്പടി കേസ് ED എന്തുമാത്രം മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളത് EDയുടെ പിന്നെ അവരെ ഭരിക്കുന്ന പാർട്ടിയുടെ എന്ത് കൂടി താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ഇത് ജനങ്ങളെ ജനങ്ങൾ വിശ്വസിച്ചു. അവിടെയാണ് പ്രശ്നം. അതുകൊണ്ട് സാമ്രാജ്യത്വം എന്ന് പറഞ്ഞാൽ പേടിക്കില്ല. കാരണം ജനങ്ങൾക്ക് അറിയാം ഇതാരാ കാശ് പിടിച്ചത്, ആരാണ് ഗുണഭോക്താവ് എന്നൊക്കെ സകല ആളുകൾക്കും അറിയാം. പഴയ പോലെ ദേശാഭിമാനി മാത്രം വായിക്കുന്നവരല്ലോ ഇപ്പോൾ പാർട്ടിക്കാർ മറ്റു പത്രങ്ങൾ വായിക്കുന്നു, ടെലിവിഷൻ ചാനലുകൾ കാണും, സാമൂഹ്യ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നു. അതുകൊണ്ട് ആ പരിപ്പ് ഇനി വേവില്ല. പാർട്ടിക്ക് ധാർമ്മികമായിട്ട് വലിയ തിരിച്ചടിയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതിപ്പോൾ ED വന്നെ കുമ്പൻ്റെ ആളുകൾക്ക് അറിയാം തിരിച്ചടി നേരത്തെ കിട്ടിക്കഴിഞ്ഞു. അതെ, മനസ്സിലായി, അടി കിട്ടിക്കഴിഞ്ഞു. പിന്നെ ഇതിപ്പോൾ നടക്കുന്നതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് മാത്രമാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ജനങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് ഈ മാസപ്പടി ഉണ്ടായത്, ആരാണ് ഇതിൻ്റെ ഗുണഭോക്താവ്. അപ്പോൾ അതും കൂടി കണക്കാക്കിയിട്ടാണ് ജനങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് കഴിഞ്ഞു. കറക്റ്റ്, അങ്ങനെ ഒരു സൗകര്യമുണ്ട്. തീർച്ചയായിട്ടും. ഏതായാലും തിരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിയല്ല CPMനെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെ തളർത്തുന്നത്. അവരുടെ നേതൃത്വത്തിനേറ്റ മൂല്യച്യുതിയാണ്, നിലവാര തകർച്ചയാണ്, അവരുടെ അഹങ്കാരമാണ്, ഗുണ്ടാ മനോഭാവമാണ്. ആ മനോഭാവം അവരുടെ
പിണിയാളന്മാർക്ക് താഴെത്തട്ടിലേക്ക് അവർ പകർന്നു കൊടുത്തതാണ്. എല്ലാവരും കരുതുന്നു പാർട്ടി എല്ലാം ഗുണ്ടാ സെറ്റപ്പാണ്, അവർ തന്നിഷ്ടപ്രകാരം നീങ്ങുന്നവരാണ് എന്ന ഒരു ചിന്ത ജനങ്ങളിലേക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഒരു വല്ലാത്ത മെസ്സേജാണ്, ജനങ്ങളിൽ എന്നും നിലനിൽക്കുന്ന ഒരു മെസ്സേജാണ്. തിരുത്താൻ ഇനിയെങ്കിലും തയ്യാറായില്ല എങ്കിൽ തളർന്നുകൊണ്ടേയിരിക്കും ഇടതുപക്ഷം. ആ സ്പേസിലേക്ക് മറ്റു പാർട്ടികൾ BJP വളർന്നു കയറും. UDFന് ശക്തമായി നിലയുറപ്പിക്കാൻ കഴിയും കേരളത്തിൽ എന്നുള്ളൊരു സന്ദേശമാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെയധികം നന്ദി സർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റ് വിത്ത് അഡ്വക്കേറ്റ് AJ ശങ്കർ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.